ഹലോ, അപ്പോൾ ഇന്നൊരു ചെറിയ മന്തിയാട്ടം ഉണ്ടാക്കാൻ വന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായി കുത്തി കൊടുക്കുന്നുണ്ട്. മസാല ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെറിയ കൂട്ടാനിക്കൊക്കെ ഇടണ കഷ്ണം നുറുക്കണ മാതിരിയാണ് നുറുക്കിയത്. നല്ല തൊലി കളയാത്ത ചിക്കൻ ഉണ്ടെങ്കിൽ അതാണ് ടേസ്റ്റ്. ഇതും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്കായ, പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ മല്ലിയില, പുതിനയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഇതൊക്കെ കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടം ആണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് നമ്മുടെ മന്തി മസാല കേട്ടോ. മന്തി മസാലയും ഇട്ട് കൊടുത്തു. പിന്നെ ദേ ഈ ഒരു കപ്പ് ഓയിൽ വേണം കേട്ടോ. ഓയിലിൻ്റെ ഒരു ഇതാണ് മന്തിക്ക് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി നന്നായി കുഴച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലാണ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് തന്നെ ചിക്കൻ കുക്ക് ചെയ്യണതും. അപ്പോൾ നന്നായി തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇതൊരു കുറച്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ഇടയ്ക്ക് പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പച്ചമുളക് 4-5 ഇട്ടു. പിന്നെ ഒരു ഡ്രൈ ലെമൺ ഇട്ടു. എന്നിട്ടിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് അരി തയ്യാറാക്കാം. അതിന് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ 2 ഡ്രൈ ലെമനും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ അരി സെല്ല ബസുമതി റൈസാണിത്. ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ആ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ അതിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചിക്കനും നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അതിൻ്റെ ഓയിലെടുത്ത് മാറ്റാം. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളയും ഒക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതാ ചോറൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടുപ്പുമ്മ വെച്ചിട്ട് ഇതൊന്ന് ദം ചെയ്യാം. അങ്ങനെ കുറച്ച് ചോറ് അതിൻ്റെ മുകളിലിട്ടിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഓയിൽ ഈ ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് കളറും ചേർത്ത് കൊടുക്കാം. കളറ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മന്തി മസാല പൗഡർ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ചോറ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഫുഡ് കളറും ഒഴിച്ച് കൊടുത്തു. അങ്ങനെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ മന്തി മസാലയുടെ പൊടി കുറച്ച് ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-10 പച്ചമുളക് ഇങ്ങനെ ചോറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കനൽ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മന്തി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മയോണീസ്, അതുപോലെ തന്നെ ടൊമാറ്റോ, സവാളയും കൂടി ചതച്ചിട്ടുള്ള ചട്നി ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് നോക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.